ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. ടീച്ച്മിൻറ്റ് എന്ന ഓൺലൈൻ ടീച്ചിങ് ആപ്പിനെ കുറിച്ച് നമ്മൾ 2 വീഡിയോകൾ ചെയ്തായിരുന്നു. അപ്പോൾ ഈ 2 വീഡിയോകൾക്കും താഴെ പല ആളുകൾ പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിച്ചതിൽ ഒരു സംശയമായിരുന്നു ഈ ടീച്ച്മിൻറ്റ് ആപ്പ് എങ്ങനെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത്. ഈ ചോദ്യത്തിൻ്റെ സിമ്പിളായ ഉത്തരവുമായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ദെൻ ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഹിയർ വി ഗോ. ഹായ് ഫ്രണ്ട്സ്, ടീച്ച്മിൻറ്റ് ആപ്പ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ലാപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ ലാപ്പിലെ ബ്രൗസറിൽ ടീച്ച്മിൻറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴേക്ക് നമ്മൾക്ക് കാണാൻ പറ്റും teachmint.com എന്ന് പറയുന്ന ടീച്ച്മിൻറ്റിൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും. ഈ കാണുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഓപ്പണായി വരുന്ന പേജ് ഇതാണ്. ഈ പേജിൻ്റെ വലത് സൈഡിൽ ടോപ്പിലായിട്ട് ലോഗിൻ എന്നുള്ളത് കാണാൻ പറ്റും. ഈ ലോഗിനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് വലത് സൈഡിൽ ഒരു QR കോഡൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സ്ക്രീനാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ആവശ്യം നമ്മുടെ മൊബൈലാണ്. ഇനി നമ്മുടെ മൊബൈൽ എടുത്തതിന് ശേഷം അതിലെ ടീച്ച്മിൻറ്റ് ആപ്പ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. നമ്മുടെ മൊബൈലിൽ ടീച്ച്മിൻറ്റ് ആപ്പ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ഹോം പേജിൽ ഈ കാണുന്ന ഈ പേജിൻ്റെ ടോപ്പിലായിട്ട് ഒരു ലാപ്പിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. ഇത്. അപ്പോൾ ഈ സിമ്പലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനൊരു സ്ക്രീൻ വന്നതിന് ശേഷം അവിടെ സ്കാൻ QR കോഡ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ആ സ്കാൻ QR കോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആകും. ക്യാമറയുടെ പെർമിഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവുള്ളൂ. ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലെ ആ QR കോഡ് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മളുടെ ടീച്ച്മിൻറ്റ് ആപ്പ് ലോഗിനായി ഓപ്പണായി വരുന്നത് കാണാൻ പറ്റും. അവിടെ വലത് സൈഡിൽ നോക്കിയാൽ കാണാം നമ്മൾ ലോഗിനായി നമ്മളുടെ പേരൊക്കെ അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ലാപ്പിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ടീച്ച്മിൻറ്റ് ആപ്പ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിത് വേണ്ട, ഇത് ക്ലോസ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളുടെ പേര് കിടക്കുന്നിടത്ത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷനുണ്ട്. അതിൽ ലോഗ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലാപ്പും മൊബൈലും തമ്മിലുള്ള ബന്ധം ഡിസ്കണക്റ്റഡ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തു നോക്കിക്കോ. ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.